ഹലോ എവരി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. UGC നെറ്റ് മാനേജ്മെന്റ് ആസ്പിരൻസിന് കോമ്പറ്റേറ്റീവ് ക്രാക്കിന്റെ മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ പലതവണ ചോദിച്ചു കണ്ട ചില ക്വസ്റ്റ്യൻ ഏരിയാസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില PYQ ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദി 5 ഫോഴ്സസ് മോഡൽ ഓഫ് കോമ്പറ്റീഷൻ ഈസ് ബേസ്ഡ് ഓൺ ടൂൾ ഡെവലപ്ഡ് ബൈ. ആക്ച്വലി 5 ഫോഴ്സസ് മോഡൽ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത ആരാണ്? Options are given: Henry Mitzberg, Peter Drucker, Michael Porter, Iger and Sof. സോ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്കറിയാം മൈക്കൽ പോർട്ടേഴ്സ് ആണ് 5 ഫോഴ്സസ് മോഡൽ. മൈക്കൽ പോർട്ടറിനെയാണ് നമുക്കറിയാം. സോ മൈക്കൽ പോർട്ടറുടെ ഈ മോഡലിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ 5 ഫോഴ്സസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ്, ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ദെൻ ബാർഗെയിനിങ് പവർ ഓഫ് ബയർ, ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയർ ആൻഡ് റൈവൽറി എമംഗ് എക്സിസ്റ്റിംഗ് കോമ്പറ്റീഷൻ. സോ ഈ പറയുന്ന ഓരോ ഫാക്ടേഴ്സും കോമ്പറ്റീഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റിന് എത്രമാത്രം കോമ്പറ്റീഷൻ ഉണ്ട്, നമ്മളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിലനിൽക്കുമോ തുടങ്ങിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് എലമെൻസിനെ പറ്റിയാണ് മൈക്കൽ പോർട്ടർ അദ്ദേഹത്തിൻ്റെ 5 ഫോഴ്സസ് മോഡലിൽ പറയുന്നത്. സോ കൺസെപ്ച്വലി എന്താണ് 5 ഫോഴ്സസ് മോഡൽ എന്ന് മനസ്സിലാക്കുക, 5 ഫോഴ്സസ് ഏതൊക്കെയാണെന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നൗ രണ്ടാമതൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്? മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയുടെ ഭാഗമല്ലാത്ത ഏതാണ്? സോ സൈക്കോളജിക്കൽ നീഡ്സ്, ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, എസ്റ്റീം നീഡ്സ് ആൻഡ് സ്പിരിച്വൽ നീഡ്സ്. ദീസ് ആർ ദി ഓപ്ഷൻസ് ഗിവൺ. ഇതിൽ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഹൈറാർക്കി നീഡിനെ അദ്ദേഹം 5 ലെവലിലേക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ നീഡിൻ്റെ ഏറ്റവും ബേസിക് ലെവലിലുള്ള ഫിസിയോളജിക്കൽ നീഡ്സ് തൊട്ട് ഏറ്റവും അപ്പർ ലെവലിലുള്ള സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് വരെയായിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ആ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏറ്റവും ബേസിക് ലെവലിൽ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്, ലൈക്ക് നമ്മളുടെ ബേസിക് നീഡ്സ് ലൈക്ക് ഫുഡ് അല്ലെങ്കിൽ ഷെൽട്ടർ, അങ്ങനെയുള്ള ബേസിക് നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്. അതിന് മുകളിലായിട്ട് സേഫ്റ്റി നീഡ്സ് ലൈക്ക് പേഴ്സണൽ സെക്യൂരിറ്റി ആകാം, എംപ്ലോയ്മെൻറ്റ് പോലുള്ള ബേസിക് നീഡ്സ് ആണ് സേഫ്റ്റി നീഡ്സിൽ വരുന്നത്. അതിന് മുകളിൽ ലവ് ആൻഡ് ബിലോങ്ങിങ് ഓർ സോഷ്യൽ നീഡ്സ് എന്ന് പറയാം. പിന്നെ വരുന്നത് എസ്റ്റീം നീഡ്സ് ആണ്. ആൻഡ് ഫൈനലി സെൽഫ് ആക്ച്വലൈസേഷൻ, നമ്മളെ കൊണ്ട് അറ്റൈൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം. സോ ഈ 5 ലെവലുകളായിട്ടാണ് മാസ്ലോ അദ്ദേഹത്തിൻ്റെ നീഡ് ഹൈറാർക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഓർക്കുക, മാസ്ലോ പറയുന്നത് ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ മറ്റൊരു നീഡ് അറൈസ് ചെയ്യൂ. സോ ദർ ഇസ് ആൻ ഓർഡർ. അപ്പോൾ ആ ഒരു ഓർഡർ തന്നെയാണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയുടെ ഏറ്റവും ലിമിറ്റേഷൻ ആയിട്ടും പറയുന്നത്. ബിക്കോസ് അത്തരത്തിലൊരു ഓർഡർ ഹ്യൂമൻ നീഡ്സ് പലപ്പോഴും ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, എനിവേ നീഡ് ഹൈറാർക്കി തിയറിയിൽ 5 ലെവൽസ് ആണ് പറയുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് പ്രകാരം ഫിസിയോളജിക്കൽ നീഡ്സ് അവിടെ പറയുന്നുണ്ട്, സേഫ്റ്റി നീഡ്സ്, എസ്റ്റീം നീഡ്സ് ഉണ്ട്. എന്നാൽ ഈ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി പ്രകാരം പറയാത്തത് സ്പിരിച്വൽ നീഡ്സ് ആണ്. സോ തന്നിരിക്കുന്നതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, സ്പിരിച്വൽ നീഡ്സ് ആണ്. നൗ ലെറ്റ് മീ മൂവ് ഓൺ. മറ്റൊരു ക്വസ്റ്റ്യൻ. In the context of BCG, Boston Consulting Group metrics, a business unit with a high market share in a high growth industry is classified as. So BCG മെട്രിക്സിനെ പറ്റിയാണ്. BCG മെട്രിക്സിനെ പറ്റി പലതവണ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ക്യാഷ് കൗ എന്താണ്, അല്ലെങ്കിൽ സ്റ്റാർ എന്താണ്, ഡോഗ് എന്താണ്, ക്വസ്റ്റ്യൻ മാർക്ക് കൺസെപ്റ്റ് എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ BCG മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്ലാസിഫിക്കേഷനാണ്. അതായത് മാർക്കറ്റ് ഷെയറിനെയും അതേപോലെ മാർക്കറ്റ് ഗ്രോത്തിനെയും ബേസ് ചെയ്തുകൊണ്ട് 4 ഡിഫറെൻറ്റ് വെർട്ടിക്കൽസിലേക്ക് ഓരോ കമ്പനിയും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇൻ കേസ് കമ്പനിക്ക് ലോ മാർക്കറ്റ് ഷെയറും ലോ ഗ്രോത്തുമാണെങ്കിൽ, അല്ലെങ്കിൽ കമ്പനി ആകാം പ്രൊഡക്ട്സ് ആകാം, പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് പ്രൊഡക്റ്റിന് ലോ മാർക്കറ്റ് ഷെയറും ലോ ഗ്രോത്തും ആണെങ്കിൽ അവയെ നമ്മൾ ഡോഗ്സ് എന്ന് പറയും. അതേപോലെ ഹൈ മാർക്കറ്റ് ഷെയർ ഉണ്ട് പക്ഷേ മാർക്കറ്റ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ലോ ആണെങ്കിൽ അവയാണ് ക്യാഷ് കൗസ്. ദെൻ ക്വസ്റ്റ്യൻ മാർക്സ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഷെയർ കുറവാണ് എന്നാൽ മാർക്കറ്റ് ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി ഹൈ ആണെങ്കിൽ അവയെ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയും. അതേസമയം ഹൈ മാർക്കറ്റ് ഷെയറും ഹൈ ഗ്രോത്തുമാണ് വരുന്നതെങ്കിൽ അവയെ നമ്മൾ സ്റ്റാർസ് എന്ന് ക്ലാസിഫൈ ചെയ്യും. ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ് BCG മെട്രിക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ പ്രകാരം BCG മെട്രിക്സിൽ ഹൈ മാർക്കറ്റ് ഷെയർ ആൻഡ് ഹൈ ഗ്രോത്ത് ഇൻഡസ്ട്രി അത് ഏത് കാറ്റഗറി വരും? സോ ദി റൈറ്റ് ആൻസർ ഈസ് സ്റ്റാർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. SWOT അനാലിസിസ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ്. SWOT അനാലിസിസ് എന്തിനു വേണ്ടിയാണെന്നാണ്? ഇന്റേണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദി അബോവ്. SWOT സ്റ്റാൻഡ്സ് ഫോർ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്സ്. അതിൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഇന്റേണൽ ആസ്പെക്ട്സ് ആണ്, വേറെ അവരുടെ ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആസ്പെക്ട്സ് ആണ്. സോ ഇൻ ദാറ്റ് സെൻസ്
സോട്ടിൻ്റെ പെർവ്യൂവിൽ നമുക്ക് തന്നിരിക്കുന്ന 2 ഓപ്ഷൻസും ശരിയാണ്. അതായത് ഇന്റേണൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും സോട്ട് അനാലിസിസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ലീഡർഷിപ്പ് സ്റ്റൈൽ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ലീഡർ ഹു അലൗസ് എംപ്ലോയീസ് ടു മേക്ക് ഡിസിഷൻ മേക്കിംഗ് പൂർണ്ണമായിട്ടും എംപ്ലോയീസിന് വിട്ടുകൊടുക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതാണ്? പല ആളുകൾക്കും ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും, ഇതൊരു ഡെമോക്രാറ്റിക് ലീഡർ ആണോ എന്നുള്ള രീതിയിൽ. അല്ല, ഡിസിഷൻ മേക്കിംഗ് പൂർണ്ണമായിട്ട് എംപ്ലോയീസിന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ലീഡർ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ലീഡർ ഈ ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെയുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ലേസി ഫെയർ ആണ്. സോ യു ക്യാൻ സി 4 ഡിഫറെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആർ ഗിവൺ ഹിയർ. ഓട്ടോക്രാറ്റിക് ലീഡറിനെ പറ്റി പറയുന്നുണ്ട്, ഡെമോക്രാറ്റിക് പറയുന്നുണ്ട്, ലേസി ഫെയർ പറയുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷണൽ ലീഡർ പറയുന്നുണ്ട്. സോ ഇതിൽ ഓർക്കുക, ഓട്ടോക്രാറ്റിക് ആണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഡിസിഷൻസും ലീഡർ തന്നെയായിരിക്കും എടുക്കുക. അതിനുശേഷം ലീഡർ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അതേപടി ഫോളോ ചെയ്യണമെന്നാണ് സബോർഡിനേറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അതാണ് ഓട്ടോക്രാറ്റിക് ലീഡർ. അതിന് താഴെ ഡെമോക്രാറ്റിക് ആണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നു. അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ലീഡറുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. അല്ലെങ്കിൽ വോട്ടിങ്ങിനിട്ട് എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കുന്ന രീതിയിലാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് വരുന്നത്. ലേസി ഫെയർ എന്ന് പറയുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് പൂർണ്ണമായിട്ടും എംപ്ലോയീസിന് വിട്ടുകൊടുത്തുകൊണ്ട് മാനേജർ മാറി നിൽക്കുകയാണ്, ഓർ ലീഡർ ആ ഒരു ഏരിയയിൽ നിന്നും മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലാണ് ലേസി ഫെയർ ലീഡർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷനിലാണെങ്കിൽ ലീഡർ 100% ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് എംപ്ലോയീസിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അവരുടെ ഡെവലപ്മെൻറ്റിനും അവരുടെ ഇമ്പ്രൂവ്മെൻറ്റിനും വേണ്ട എല്ലാ സപ്പോർട്ടും ലീഡർ ചെയ്തു കൊടുക്കും. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ. ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരുന്നത് ഏത് ലീഡർഷിപ്പ് സ്റ്റൈലിലാണ് ലീഡർ എംപ്ലോയീസിനെ കൊണ്ട് പൂർണ്ണമായിട്ട് ഡിസിഷൻസ് എടുപ്പിക്കുന്നത്? ദ റൈറ്റ് ആൻസർ ഈസ് ലേസി ഫെയർ ലീഡർഷിപ്പ്. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, ഇൻ മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എംപ്ലോയീസ് റിപ്പോർട്ട് ടു. മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ എംപ്ലോയീസ് ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് ആർ ഗിവൺ. എ ഫങ്ഷണൽ മാനേജർ, എ പ്രൊജക്ട് മാനേജർ, ബോത്ത് ഫങ്ഷണൽ ആൻഡ് പ്രൊജക്ട് മാനേജർ, സിഇഒ ഡയറക്ട്ലി. സോ മെട്രിക്സ് ഓർഗനൈസേഷനെ പറ്റി കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. പലതവണ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സ്ട്രക്ചറിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിലാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സബോർഡിനേറ്റിന് 2 സുപ്പീരിയേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതായത് HR നിന്നുള്ളൊരു പേഴ്സൺ. ഇപ്പോൾ മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോം ചെയ്യുന്ന എപ്പോഴാണ്? ഒരു ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷന് ഡിഫറെൻറ്റ് ടാസ്കുകളുണ്ട്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ സംബന്ധിച്ച് ഡിഫറെൻറ്റ് പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ ഒരു പ്രോജക്റ്റ്, ഈ ഓർഗനൈസേഷനകത്ത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അതിനകത്ത് അവർ സെപ്പറേറ്റ് പ്രോജക്റ്റ് റൺ ചെയ്യുന്നു, പ്രോജക്റ്റ് എ. ഈ പ്രോജക്റ്റ് എയുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഓരോ ഇൻഡിവിജ്വൽസിനെ കൊണ്ടുവരികയാണ്. വാട്ട് വിൽ ഹാപ്പൻ? സി, HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഇൻഡിവിജ്വലിനെ പ്രോജക്റ്റ് എയിലേക്ക് കൊണ്ടുവരുന്നു, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഇൻഡിവിജ്വൽ, IT-യിൽ നിന്ന് ഒരാൾ, മാർക്കറ്റിംഗിൽ നിന്ന് ഒരാൾ, ഓപ്പറേഷനിൽ നിന്ന് ഒരാൾ. സോ എല്ലാ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഓരോ ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് എയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഈ പറയുന്ന കറസ്പോണ്ടിങ് ഇൻഡിവിജ്വലിന് HR ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനോട് റിപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് അദ്ദേഹം അതിൽ നിന്നാണ് പാരന്റ് ഗ്രൂപ്പ്, അതാണ്, അവരോട് റിപ്പോർട്ട് ചെയ്യണം. അതുകൂടാതെ പ്രോജക്റ്റ് എയിലെ മാനേജറോട് റിപ്പോർട്ട് ചെയ്യണം. സോ 2 ഹെഡ്സ് ആയിരിക്കും ഇത്തരത്തിൽ മെട്രിക്സ് ഓർഗനൈസേഷനകത്ത് വരുന്നത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ഓൺ ഡിപ്പാർട്ട്മെൻറ്റ്, അത് കൂടാതെ പ്രോജക്റ്റ് ഓർ പ്രൊഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡിനോടും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ബോത്ത് ഫങ്ഷണൽ ഹെഡ് ഈസ് ദെയർ, അത് കൂടാതെ പ്രോജക്റ്റ് മാനേജറും ഉണ്ടാവും. ഫങ്ഷണൽ ഹെഡിനോട് റിപ്പോർട്ട് ചെയ്യണം, അതുകൂടാതെ പ്രോജക്റ്റ് മാനേജറോട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാൻ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കീ കൺസെപ്റ്റ് ഇൻ ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്? ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എംപ്ലോയിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി 100% എഫേർട്ട് എടുക്കുന്ന ആളാണ് ലീഡർ. എംപ്ലോയിയെ ഓവറോൾ ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കും ലീഡർ. ട്രാൻസാക്ഷനിലാണെങ്കിലോ എംപ്ലോയീസിനെ കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന വ്യക്തിയായിരിക്കും ലീഡർ. അവിടെ അവരുടെ ഡെവലപ്മെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, പക്ഷേ അവർക്ക് കണ്ടിയൻ്റ് ആയിട്ടുള്ള റിവാർഡ്സ് കൊടുത്തുകൊണ്ടും അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചുകൊണ്ടും എന്ത് ചെയ്യും? അൾട്ടിമേറ്റ്ലി കാര്യങ്ങൾ നടപ്പിലാക്കും. അത്തരം ലീഡേഴ്സിനെയാണ് ട്രാൻസാക്ഷൻ ലീഡർ എന്ന് പറയുന്നത്. സോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രാൻസാക്ഷൻ ലീഡർഷിപ്പിലെ ഒരു ഫീച്ചർ? ഇൻസ്പിറേഷണൽ മോട്ടിവേഷൻ, കണ്ടിയൻ്റ് റിവാർഡ്, ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ, ഇൻഡിവിജ്വലൈസ്ഡ് കൺസിഡറേഷൻ. സോ ഈ തന്നിരിക്കുന്നതിൽ ഇൻസ്പിറേഷണൽ മോട്ടിവേഷൻ ആയാലും ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ ആയാലും അതേപോലെ തന്നെ ഇൻഡിവിജ്വലൈസ്ഡ് കൺസിഡറേഷൻ, ഇവയെല്ലാം വരുന്നത് ട്രാൻസ്ഫോർമേഷണൽ ലീഡറിലാണ്. വേർ ഓരോ ഇൻഡിവിജ്വലിനെയും സെപ്പറേറ്റ് ആയിട്ട് ലീഡർ കൺസിഡർ ചെയ്യും, അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കുന്നു, അവർക്ക് വേണ്ട
ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ലീഡറിലാണ്. വേറസ് കണ്ടിജൻ്റ് ആയിട്ടുള്ള റിവാർഡുകൾ കൊടുത്ത് അവർക്ക് വേണ്ട റിവാർഡ് കൊടുത്തിട്ട് മാത്രം അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ലീഡർഷിപ്പാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് കണ്ടിജൻ്റ് റിവാർഡ്സ്. ഓക്കെ, സോ ആൻസർ ഈസ് കണ്ടിജൻ്റ് റിവാർഡ്. സോ യു ജി സി നെറ്റ് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ മാനേജ്മെൻറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സിലബസ് കൂടുതൽ ടഫായിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇനി നമ്മുടെ മുമ്പിൽ 90 days ആണ് ഡിസംബർ എക്സാമിനേഷനിലുള്ളത്. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ അവതരിപ്പിക്കുകയാണ് 90 days ക്രാഷ് കോഴ്സ്. ഈ 90 daysനിടയിൽ കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി സിലബസ് പൂർണ്ണമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ കംപ്ലീറ്റ് സ്റ്റുഡിയോ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസും കൃത്യമായിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സും എല്ലാം അവൈലബിൾ ആയിരിക്കും. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദി ബാലൻസ് സ്കോർ കാർഡ് അപ്രോച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ബാലൻസ് സ്കോർ കാർഡ് കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആരാണ്? കെപ്ലൻ, നോർട്ടൺ, ഹെസ്ബർഗ്, പീറ്റർ ഡ്രക്ക്, ഫയോൾ. സോ ബാലൻസ് സ്കോർ കാർഡ് എന്താണെന്ന് പറഞ്ഞ് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. സോ ബാലൻസ് സ്കോർ കാർഡ് എന്ന് പറയുന്നത് ഒരു 4 വെർട്ടിക്കൽസിലേക്കുള്ള ഒരു ഡിവിഷനാണ്. അതായത് ഒരു കമ്പനിയുടെ പെർഫോമൻസിനെ അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, ക്ലയൻസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെൻ്റ് ആൻഡ് ഇന്നൊവേഷൻ, എന്തൊക്കെ ഇന്നൊവേഷൻസ് ആണ് നടത്തുന്നത്, ഇംപ്രൂവ്മെൻ്റ് വരുത്തേണ്ടതുണ്ട്, അതേപോലെ ഇൻറ്റേർണൽ പ്രോസസ്സുകൾ ഏതൊക്കെ ഇംപ്രൂവ് ചെയ്യണം, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്ത രീതിയാണ് ആക്ച്വലി ബാലൻസ് സ്കോർ കാർഡ് എന്ന് പറയുന്നത്. ഈ ഓരോ ഏരിയയിലും എത്രമാത്രം പെർഫോമൻസ് കമ്പനി നടത്തുന്നുണ്ട്, അത്തരത്തിലൊരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഏരിയയാണ് ബാലൻസ് സ്കോർ കാർഡ്. സോ ആസ് ഐ സെഡ്, ക്ലയൻസുമായി ബന്ധപ്പെട്ട് വാട്ട് ഈസ് ക്ലയൻറ്റ് സാറ്റിസ്ഫാക്ഷൻ, ക്ലയൻറ്റ് സാറ്റിസ്ഫൈഡ് ആണോ, ക്ലയൻറ്റ് ലോയൽ ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളവിടെ ക്രോസ് ചെക്ക് ചെയ്യും. then എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ് ഓർ ഇന്നൊവേഷൻ നമ്മൾ നടത്തുന്നുണ്ടോ, എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ട്രെയിനിങ് കൊടുക്കാം തുടങ്ങിയ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരും. ഫിനാൻഷ്യൽ റിസൾട്ട്സിനെ പറ്റി, നമ്മുടെ നിലവിലുള്ള റവന്യൂ എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എങ്ങനെയാണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ദെൻ ഇൻറ്റേർണൽ ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, നമ്മളുടെ മെഷീൻ പ്രൊഡക്ടിവിറ്റി, കസ്റ്റമർ റെസ്പോൺസിന് എത്രമാത്രം ടൈം എടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഇൻറ്റേർണൽ മാറ്റേഴ്സ്, ഇങ്ങനെ ഓരോ ക്രൈറ്റീരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു മൾട്ടി ഡയമെൻഷണൽ വ്യൂ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കുന്ന രീതിയാണ് നമ്മൾ ബാലൻസ് സ്കോർ കാർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈ ബാലൻസ് സ്കോർ കാർഡ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കെപ്ലൻ ആൻഡ് നോർട്ടൺ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് കെപ്ലൻ ആൻഡ് നോർട്ടൺ. മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് പ്രൈമറി ഡേറ്റ കളക്ഷൻ? പ്രൈമറി ഡേറ്റ കളക്ഷൻ്റെ മെത്തേഡ് അല്ലാത്ത ഏതാണ്? ക്വസ്റ്റ്യനെയർ, ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, ലിറ്ററേച്ചർ റിവ്യൂ. ഡേറ്റ കളക്ഷൻ മെത്തേഡ് അല്ല ലിറ്ററേച്ചർ റിവ്യൂ. ഇത് നമ്മൾ ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട് പറയേണ്ടതാണ്. എന്നാൽ കൂടി പേപ്പർ 2-ൽ നമുക്ക് റിസർച്ച് മെത്തേഡ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് മെത്തേഡ്സ് ഉണ്ട്. ആ ഏരിയയുമായി ബന്ധപ്പെട്ട് നമുക്കിത് പറയാം ഈ ക്വസ്റ്റ്യൻ. സോ ഡേറ്റ കളക്ഷൻ മെത്തേഡായിട്ട് പറയാവുന്നത് ക്വസ്റ്റ്യനെയർ, ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, ഇവയെല്ലാം ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ് ആണ്. എന്നാൽ ലിറ്ററേച്ചർ റിവ്യൂ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ലിറ്ററേച്ചർ റിവ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അസംഷൻ ഓഫ് ക്ലാസിക്കൽ ഓർഗനൈസേഷണൽ തിയറി? വീണ്ടും നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് പോകുന്നു, ഓർഗനൈസേഷണൽ തിയറിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ. ക്ലാസിക്കൽ ഓർഗനൈസേഷണൽ തിയറിയുടെ ഒരു ബേസിക് അസംഷൻ നിങ്ങൾ ഇവിടെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓർഗനൈസേഷൻസ് ആർ ഗോൾ ഓറിയന്റഡ് സിസ്റ്റംസ്. Employees are primarily motivated by social needs. Formal groups are vital to organization success. Organizations are organic, dynamic system. So right answer is ഏറ്റവും എല്ലാ ക്ലാസിക്കൽ തിയറീസും ലൈക്ക് ഫയോളിൻ്റെ തിയറി ആയാലും അതേപോലെ തന്നെ ടൈലറിസം ആയാലും ഇവിടെയൊക്കെ അസ്യൂം ചെയ്യുന്ന ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻസ് ആർ ഗോൾ ഓറിയന്റഡ് സിസ്റ്റംസ് ആണ്. ഒരു ടാർഗറ്റ് ഓറിയന്റഡ്, ഗോൾ ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ഓർഗനൈസേഷൻ. ഈ അസംഷനെ വെച്ചുകൊണ്ടാണ് ക്ലാസിക്കൽ തിയറീസ് എല്ലാം നിലനിൽക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് MCQs കണ്ടു. ഇനിയും ഓർക്കുക, നമ്മുടെ നെറ്റ് മാനേജ്മെൻറ്റ് അതോടൊപ്പം തന്നെ നെറ്റിൻ്റെ മറ്റ് സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട 90 days ബാച്ചുകൾ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്ലാസ്സിൽ റണ്ണിങ് ആണ്. സോ ഈ പ്രോഗ്രാമിൻ്റെ സ്പെഷ്യാലിറ്റീസ് പറയുകയാണെങ്കിൽ സ്റ്റുഡിയോ റെക്കോർഡായിട്ട് ക്ലാസ്സസ് അവൈലബിൾ ആണ്, റെഗുലർ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം ഈ 90 daysനുള്ളിൽ നമ്മുടെ പ്രിപ്പറേഷൻ അത്രയും ഇഫക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. സോ കൂടുതൽ ആലോചിക്കാതെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കോഴ്സസ് ഓഫർ ചെയ്യുന്നത് ജനറൽ പേപ്പറുണ്ട്, ഇക്കണോമിക്സ്, മാനേജ്മെൻറ്റ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, ദെൻ CSIR ഫിസിക്സ് ബാച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ 90 days റാപ്പിഡ്
റിവിഷൻ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതുപോലുള്ള മറ്റ് ലെക്ചേഴ്സിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു എവരിവൺ. ബൈ.